ഐസിന്റെടാ മെയിൻ നാല് റിസൾട്ട് അല്ലേ, എന്താണ് ഇപ്രാവശ്യം? അതെ അതെ അതെ, ഇപ്രാവശ്യത്തെ എന്തായാലും കിടിലും ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. എൻ്റെ മണ്ഡലം പാലായുള്ളൂ. പാലായിൽ BJP പിടിക്കുന്ന വോട്ടായിരിക്കും ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് ഇത് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഒരു വിലയിരുത്തൽ. ഞാൻ വെയിറ്റ് ചെയ്യുന്നതല്ല, വേപ്പൂരിൽ അൻവർ തോറ്റാ മുട്ടയടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ കിടിലം മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. 3 മണ്ഡലങ്ങളാണ് അത് സ്റ്റാർ ആയിട്ടുള്ളത്. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം. അവിടെ ആര് ജയിക്കുമെന്നാണ് ടൈറ്റാണ്. നല്ല രസമായിരിക്കും. 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കിടിലുമായിരിക്കും. ആര് തോക്കും ജയിക്കും അറിയാം. നിങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ടല്ലേ ഇലക്ഷന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ എവിടെ അറിയുന്നല്ലേ? അത് നമ്മുടെ മനോരമ ഓൺലൈനിൽ അറിയാൻ പറ്റും. അവര് നല്ല വിപുലമായ കാര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണോ നോക്കിയാലും നമുക്ക് ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ട്, അവർ കയ്യിലിട്ട വോട്ട്, ഈ കണക്കുകളൊക്കെ എളുപ്പത്തിൽ അറിയണ്ടേ? അതിന് വിപുലമായ ഇൻഫോഗ്രാഫിക്സ് ഉണ്ട്. ഏറ്റവും കുഞ്ഞു ഡേറ്റ മുതൽ ഏറ്റവും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ വരെ ഏറ്റവും സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെ വളരെ ബേസിക്സ് ആയിട്ട് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ വാർഡിൽ എത്ര വോട്ട് കിട്ടി എന്ന് മുതൽ എല്ലാ ഡേറ്റയും, അത് കേരളത്തിലെ മാത്രമല്ല ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ഡേറ്റയും നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ വളരെ സിമ്പിളായിട്ട് എന്താണ് ഇപ്പോൾ മജോറിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. എത്ര വോട്ട് എണ്ണിക്കഴിഞ്ഞു, എവിടെ ആരൊക്കെ ജയിച്ചു, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ നമുക്ക് ഇലക്ഷൻ മൊഡ്യൂൾ ഉണ്ട്. 140 മണ്ഡലങ്ങളിലെ ഫലം ഒറ്റ ക്ലിക്ക് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് മനോരമ ഓൺലൈൻ വഴി ഒരാൾ കയറിയ ലൈവായിട്ട് അയാൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. വോട്ടെണ്ണൽ ദിവസം രാവിലെ 6 മുതൽ നമ്മൾ ഡെസ്ക് സജ്ജാണ് കേട്ടോ. അപ്പം ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ജയിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരും നമ്മുടെ മനോരമ ഓൺലൈൻ കയറി കഴിഞ്ഞാൽ അവരുടെ മണ്ഡലം സെലക്ട് ചെയ്യുക. അതിനകത്ത് നിന്ന് ഏത് പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്, മൊത്തത്തിൽ ഏത് മുന്നണിയാണ് മുന്നിൽ നിൽക്കുന്നത്, എല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ അറിയാൻ പറ്റും. ബിഗ് ഫൈറ്റ് നടത്തുന്ന സ്ഥാനാർത്ഥികൾ അവരെ നമുക്ക് പ്രത്യേകമായി ഒറ്റ ഇതിൽ തന്നെ അങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു മൊഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇത് മാത്രമല്ല, തമിഴ്നാട്, ബംഗാൾ, അസം, പുതുച്ചേരി ഈ 4 സ്ഥലങ്ങളിലെയും അപ്ഡേറ്റുകൾ, അതായത് ആരൊക്കെയാണ് അവിടെ ലീഡ് ചെയ്ത് നിൽക്കുന്നത്, ആരാണ് ജയിച്ചിരിക്കുന്നത്, ആ അപ്ഡേറ്റുകൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അറിയാൻ പറ്റും. ആര് ജയിച്ചു ആര് തോറ്റു എന്നതിന്റെ കണക്കുകൾ മാത്രമല്ല, വിശദമായ വിശകലനങ്ങളും വീഡിയോകളും പോഡ്കാസ്റ്റുകളും ഉണ്ട്. അപ്പം മെയ് 4-ന് ഞങ്ങൾ ഫുള്ള് സെറ്റാണ്. നിങ്ങളും കൂടെ കൂടല്ലേ?